സ്വർണ്ണവില ചരിത്രത്തിലാദ്യമായി പവന് 70,000 രൂപ കടന്നു. ഇന്ന് 2025 ഏപ്രിൽ 12 ഗ്രാമിന് 8,770 രൂപ വെച്ച് ഒരു പവന് 70,160 രൂപ എന്ന ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വില രേഖപ്പെടുത്തി. ഈ മാസം തുടക്കം ഏപ്രിൽ 1 പവന് 68,080 രൂപയായിരുന്നു. എന്നാൽ ഏപ്രിൽ 8 ഗണ്യമായ കുറവ് വന്ന 65,800 രൂപയിലേക്ക് വില കുറഞ്ഞിരുന്നു. എങ്കിലും പിന്നീട് പടിപടിയായി ഉയർന്ന് ഇന്നത്തെ ദിവസം ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ സർവകാല റെക്കോർഡ് വിലയായ 70,160 ഇന്ത്യയിലെ നമ്പർ 1 ഗോൾഡ് കൺസ്യൂമിംഗ് സ്റ്റേറ്റാണ് കേരളം. സ്വർണം മലയാളികളുടെ കൾച്ചറിൻ്റെയും ട്രഡീഷൻ്റെയും ഭാഗമാണ്. സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗം മാത്രമല്ല, മലയാളികളുടെ അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു പ്രതീകം കൂടിയാണ് സ്വർണം. സ്വർണത്തെ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെയും ഭാഗമായി മലയാളികൾ കാണുന്നു. കേരളത്തിൽ ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് വളരെയധികം മാന്ദ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ സ്വർണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റായി തന്നെ മലയാളികൾ കണക്കാക്കുന്നു എന്നുള്ളതാണ് സ്വർണത്തിന്റെ ഡിമാൻഡ് അടിക്കടി കൂടാനുള്ള കാരണം. സ്വർണ്ണവില കുറഞ്ഞാലും അത് താൽക്കാലികം മാത്രമാണ്. കുറഞ്ഞ വില ഒരാഴ്ചയല്ല 2 ആഴ്ചക്കുള്ളിൽ പടിപടിയായി ഉയരുകയും സ്വർണത്തെ ഒരു സേഫ് സോണിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ വർഷങ്ങളായി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മാസം പടിപടിയായി ഉയർന്ന സ്വർണ്ണവില സ്വർണ്ണക്കടക്കാരെ അല്പം നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അവരുടെ ബിസിനസ്സിൽ ചെറിയ രീതിയിലുള്ള ഇടിവ് തട്ടിയിട്ടുണ്ട് എന്ന് പല സ്വർണ്ണക്കടക്കാരും പറയുന്നുണ്ട്. സ്വർണ്ണ വിൽപ്പനയിലുണ്ടായിരിക്കുന്ന കുറവും താൽക്കാലികം മാത്രമാണ്. വില സ്റ്റഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പന തകൃതിയായി തന്നെ നടക്കും.